നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ സ്പെഷ്യൽ റിപ്പോർട്ട്. തീവ്രതയുടെ പടിയിലേക്ക് മിഡിൽ ഈസ്റ്റ്. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒന്നിലേറെ നഗരങ്ങളിൽ വൻ സ്ഫോടനങ്ങളായി പടർന്നു വ്യാപിക്കുന്നു. ടെഹ്റാൻ. മിഡിൽ ഈസ്റ്റിന്റെ പടിവാതിലിൽ നിന്നും പടർന്നു തുടങ്ങിയ യുദ്ധജ്വാല ഇപ്പോൾ ആഗോള ശ്രദ്ധയെ ആകർഷിക്കുന്ന വിധത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിലെ 3 പ്രധാന ആണവ സൈറ്റുകൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാൻ ശക്തമായി തിരിച്ചടി നൽകി. ഇതോടെ ഇന്നലെ മുതൽ ഇന്നലെ രാത്രി വരെയുള്ള 24 മണിക്കൂറുകൾ ഇരു രാഷ്ട്രങ്ങളുടെയും ജനതയ്ക്ക് അതീവ അപകട ഭീഷണിയുടെ നിമിഷങ്ങളായി മാറി. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഫോർഡോ, നറ്റാൻസ്, ഇസ്ഫഹാൻ പോലുള്ള ഇറാനിയ ആണവ കേന്ദ്രങ്ങൾക്ക് പൂർണ്ണനാശം സംഭവിച്ചു. ഇതിനു മറുപടിയായി ഇറാൻ തെലാവീവ്, ആഷ്ഡോഡ്, ഹൈഫ എന്നിവിടങ്ങളിൽ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഡാഷ് ക്യാമിൽ പകർത്തിയ വലിയ സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങൾ അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ വാർത്താവിനിമയമാക്കി. അമേരിക്കയുടെ പങ്കിനെക്കുറിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. യുഎസും ഇസ്രയേലുമായുള്ള നീക്കം ഭീകരശക്തികൾക്കെതിരെയുള്ള സംയുക്ത പ്രതിരോധ നടപടി എന്ന പേരിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയും മുൻകൈയെടുക്കുന്നുണ്ട്. യുദ്ധവിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ചൈനയും റഷ്യയും ഇസ്രായേലിന്റെ നടപടികളെ വിമർശിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഈ അപ്രതീക്ഷിത പടയോട്ടം ഒടുവിൽ അന്താരാഷ്ട്ര യുദ്ധത്തിന് വിടവായി മാറുമോ എന്ന ചോദ്യമാണ് ആഗോളതലത്തിൽ ഉയർന്നു വരുന്നത്. ജനങ്ങൾക്കിടയിൽ ഭീതിയും അനിശ്ചിതത്വവുമാണ് നടക്കുന്നത്. പല നഗരങ്ങളിലും അടിയന്തരാവസ്ഥ സാധ്യതകൾ, വിമാനയാത്രകൾ റദ്ദാക്കുക, സുരക്ഷാബലം ശക്തമാക്കുക തുടങ്ങിയ നടപടികൾ ആരംഭിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ വിദേശകാര്യ വിഭാഗം.